കേരളത്തിലെ ഏറ്റവും വലിയ ആഭാസ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തിരശ്ശീല ഉയർന്നിരിക്കുന്നു ഇന്ന് കാസർഗോഡ് ജില്ലയിൽ. കാസർഗോഡ് ജില്ലയിലെ ഉദുമ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ബോവിക്കാനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഐതിഹാസികമായ ഒരു രാഷ്ട്രീയ സമരത്തിന് കേരളം കണ്ട ഏറ്റവും വലിയ സമരനായകൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം 12 മണിക്കൂർ പട്ടിണി കിടക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകന്മാർ ആംബുലൻസും സകല സന്നാഹങ്ങളുമായി അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ട്. 10,000 ഈ സമരത്തിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് ചെറുജാഥകളായി അവിടെ എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരിക്കുന്ന കേരളത്തിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ കാസർഗോട്ടേക്ക് പറന്നു വരും. സത്യത്തിൽ എന്തൊരു ആഭാസ നാടകമാണ് ഈ കാസർഗോട്ടെ ജനങ്ങളുടെ മുമ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം MP ആയിരുന്ന അദ്ദേഹം 3 തവണ കാസർഗോഡിന്റെ മണ്ണിൽ നിരാഹാരമിരുന്നു. ഒന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ, മറ്റൊന്ന് മണിപ്പൂർ വിഷയത്തിനെതിരെ, മറ്റൊന്ന് ഏറ്റവും വലിയ ഹൈവേ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മുതലാളിമാരുടെ ശ്രദ്ധ പതിയാൻ വേണ്ടി ഹൈവേ വികസനത്തിനെതിരെ. ഈ 3 പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ അദ്ദേഹം 24 മണിക്കൂർ തുടർച്ചയായി ഉപവാസമിരുന്നിരുന്നു. അന്ന് ആ ഉപവാസത്തിന്റെ സംഘാടക സമിതിയിലും പണം പിരിക്കാനും പണം പിരിച്ച് ഞങ്ങളുടെയൊക്കെ ചെലവിലാണ് അന്നത് നടത്തിയത്. അതിനൊക്കെ ഞങ്ങൾ എല്ലാവരും മുൻപന്തിയിലുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം സമരം നടത്തുന്നത് ബോവിക്കാനത്താണ്. ബോവിക്കാനം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആസ്ഥാന നഗരിയൊന്നുമല്ല. അവിടെ നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ഒരു പ്രാദേശിക മഹോത്സവവുമായി ബന്ധപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങോട്ട് പോകുന്നു. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്മാർ പറഞ്ഞു, ദീർഘകാലമായി ഞങ്ങൾ ഈ കാട്ടാനകളുടെയും പന്നികളുടെയും ശല്യം കൊണ്ട് കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഒരു ഉപവാസം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഉടനടി രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ബുദ്ധി ഉദിച്ചു. ചെലവില്ലാതെ ഒരു സമരത്തിന്റെ മുമ്പിൽ പോയി ആളാകാം. പാവം കോൺഗ്രസ് പ്രവർത്തകന്മാർ നടത്താൻ തീരുമാനിച്ച സമരത്തിന്റെ നായകത്വം ഏറ്റെടുക്കാൻ തയ്യാറായി. കൂടുതൽ സമയം പട്ടിണി കിടന്ന് ആത്മാർത്ഥത കാണിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് സമരം 12 മണിക്കൂറാക്കി ചുരുക്കി. ഈ 12 മണിക്കൂർ സമരം നടത്തുമ്പോൾ കാസർഗോഡ് ജില്ലയെ പ്രതിനിധാനം ചെയ്ത് 10,000 പങ്കെടുക്കേണ്ടതായിരുന്നു. MP-യോടും അതുപോലെ തന്നെ DCC നേതൃത്വത്തോടും സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ. പക്ഷേ കാസർഗോഡ് ജില്ലയിൽ പാച്ചുവും ഗോപാലനുമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും MP-യും. 2 പേരല്ലാതെ മറ്റാരും ഈ പാർട്ടിക്ക് നായകത്വം നൽകാനില്ല. എല്ലാവരെയും അടിച്ച് ഒതുക്കി നിർത്തിയിരിക്കുന്നു. ബ്രിട്ടീഷുകാരന്റെ കോളനി വാഴ്ചക്കാലത്ത് ഇന്ത്യ തലകുനിച്ച് നിന്നതുപോലെ കാസർഗോഡ് ജില്ലയിലെ സമ്പൂർണ്ണ കോൺഗ്രസ് നേതൃത്വവും ലീഗിലെ ഒരു വിഭാഗവും MP-യുടെയും അതുപോലെ തന്നെ മുന്നണിയിലെ പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തനത്തിൽ മനം മടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ സമരം നടത്തുകയാണെങ്കിൽ എത്ര കാലത്തെ കൂടിയാലോചന നടത്തണം? അങ്ങനെ ഒരു സമരം യഥാർത്ഥത്തിൽ കാസർഗോഡ് ജില്ലയിൽ അനിവാര്യമായിരുന്നു. ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ജാഥ ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. മലയോര മേഖലയിലെ ഈ വന്യമൃഗ ശല്യത്തിനെതിരെ അദ്ദേഹം നടത്തിയ ജാഥ എന്തുകൊണ്ട് കാസർഗോട്ട് നിന്ന് ആരംഭിച്ചില്ല? അത്ര വിശ്വാസമാണ് കാസർഗോട്ടെ MP-യെയും കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെയും. അതുകൊണ്ട് അദ്ദേഹം കാസർഗോഡ് ജില്ലയിലേക്ക് വന്നില്ല. വന്നാൽ അതിന്റെ ഉദ്ഘാടന പരിപാടി തന്നെ പരാജയപ്പെടും എന്ന് 100% അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോഴിതാ പന്നിയെ പിടിക്കാൻ, ആനകളെ വിരട്ടാൻ കാട്ട് കൊമ്പനേക്കാളും വലിയ തലയെടുപ്പുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ നിരാഹാരം കിടക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ നിരാഹാരത്തോടു കൂടി ഇനി ഒറ്റ കാട്ടുമൃഗവും കാസർഗോഡ് ജില്ലയിലെ നാട്ടിലേക്ക് ഇറങ്ങില്ല. കാരണം മൃഗത്തെക്കാളും വലിയ തൊലിക്കട്ടിയാണ് സത്യത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ സമരത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. ഈ സമരത്തിന്റെ ആത്മാർത്ഥത ഇല്ലായ്മയെ തിരിച്ചറിയാൻ കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇനിയും കഴിയാതെ പോയാൽ ഇത്തരം ദുരന്ത നാടകങ്ങൾ തുടർച്ചയായി കാണേണ്ടി വരും. 2026 നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുകയാണ്. അതുപോലെ തന്നെ മഞ്ചേശ്വരം വളരെ പ്രധാനപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു മണ്ഡലമാണ്.
ഈ 4 മണ്ഡലങ്ങളിൽ അതിശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം ഐക്യ ജനാധിപത്യ മുന്നണി നടത്തേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ സമ്പൂർണ്ണ കോൺഗ്രസ് നേതാക്കന്മാരെ തലങ്ങും വിലങ്ങും ആട്ടിയോടിച്ച് സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യനെ സത്യത്തിൽ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സമരം ഇന്ന് അവിടെ നടക്കുമ്പോൾ ഈ സമരത്തിൽ എത്ര ആളുകൾ പങ്കെടുത്തു എന്നുള്ളതൊക്കെ കൗതുകത്തോടു കൂടി ജനം കാത്തിരുന്ന് കാണുകയാണ്. സത്യത്തിൽ കാസർഗോട്ടിന്റെ സ്ഥിതി ദയനീയമാണ്.